അയലാൻ തമിഴിൽ നിന്ന് റിലീസ് ചെയ്ത ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണ്. കുറേ കാലമായി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് അയലാൻ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. 2020 18 അങ്ങനെ എന്തോ ആണ് ഈ സിനിമ പ്രഖ്യാപിച്ചത് തന്നെ. പിന്നെ കോവിഡ് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നീണ്ടുപോയൊരു സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറേ ടൈം കിട്ടിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ഈ ഒരു സിനിമയുടെ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആരൊക്കെയാണെന്ന് ചോദിക്കുക, ശിവകാർത്തികേയൻ, രാഹുൽ പ്രീത് സിംഗ്, പിന്നെ യോഗി ബാബു, കരുണാകരൻ എന്നിവരൊക്കെയാണ് സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. സിദ്ധാർത്ഥിൻ്റെ ഒരു വോയിസ് ഉണ്ട്, അതായത് ഏലിയന് വോയിസ് കൊടുത്തിരിക്കുന്നത് സിദ്ധാർത്ഥാണ്. അപ്പം ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രത്യേക കാരണം കൊണ്ട്, കൂടുതലൊന്നും പറഞ്ഞില്ല, ഒരു പ്രത്യേക കാരണം കൊണ്ട് പിന്നെ നമ്മുടെ ഭൂമിയിലേക്ക് വരേണ്ടി വരുന്ന ഒരു ഏലിയനായിട്ട് കൂട്ടുകൂടുന്ന കുറച്ച് ആൾക്കാർ, പിന്നെ നമ്മുടെ പിന്നെ സാധാരണ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾ സിനിമ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഈ സിനിമ തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കാണാൻ പറ്റിയൊരു സിനിമയാണ്. അതായത് ഫാമിലിയോടുകൂടി, കുട്ടികളെയും കൂട്ടി ഫാമിലിയോടുകൂടി വന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു സിനിമ. ഈ അടുത്ത കാലത്തായിട്ട് ഇറങ്ങുന്ന ത്രില്ലർ സിനിമകൾ, പിന്നെ ഈ ചോര ചീറ്റുന്ന അതുപോലെ കുറേ സിനിമകൾ വരുന്നുണ്ടല്ലോ, വയലൻസ് കൂടുതലുള്ള സിനിമകൾ. അപ്പോൾ അങ്ങനത്തെ സിനിമകളൊന്നും നമുക്ക് കുട്ടികളെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളിൽ നിന്നും ഒന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. കാരണം എന്താ വെച്ചാൽ ഈ സ്റ്റോറി കാര്യങ്ങളൊക്കെ ക്ലീശ കാര്യങ്ങളൊക്കെ തന്നെയാണ്, നമ്മൾ കണ്ടുവരുന്ന സംഭവങ്ങളാണ്. ഒരു ഏലിയൻ ഭൂമിയിലേക്ക് വരുന്നു, ഭൂമിയിൽ നിന്ന് വേറെ ആൾ കൂട്ടുകൂടുന്നു, അങ്ങനെ കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും നോക്കുകയാണെങ്കിൽ ഹിന്ദിയിൽ വന്ന് കൊയ് മിൽ ഗയ എന്ന് പറഞ്ഞ സിനിമ, അതിൻ്റെ ഒരു ലൈറ്റ് വേഷം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ VFX ആണ്. VFX വളരെ നീറ്റായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഫുള്ള് നല്ല ഇമോഷണൽ കോമഡി കാര്യങ്ങളൊക്കെ ആയിട്ട് ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് വലിയൊരു കോമഡി കാര്യങ്ങളൊന്നും വലിയ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ആ 2.5 മണിക്കൂർ നമ്മളെ പിടിച്ചിരുത്തുന്ന കുറേ സംഭവങ്ങൾ സിനിമയിലുണ്ട്, നമ്മളെ ബോറടിപ്പിക്കാതെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ സൂപ്പറായിട്ട് തോന്നി. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാണുന്ന സംഭവം നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ AR റഹ്മാനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പാട്ടുകളൊക്കെ വളരെ ശോകമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു സോങ് ഉണ്ട്, ഒരു ഫാസ്റ്റ് നമ്പർ സോങ് ഉണ്ട്, അത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഏതൊക്കെയോ പാട്ടുകൾ കൂടിക്കലർത്തി ചെയ്ത പോലെയൊക്കെ ആണ് ഫീൽ ചെയ്തത്. എനിക്കാണ് സംഭവം തോന്നിയത്. എന്തായാലും സംഭവം കിടലായി ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ശിവകാർത്തികേയൻ്റെ ഒരു വെറൈറ്റി വ്യത്യസ്തമായ ലുക്ക് കാര്യങ്ങളൊന്നുമല്ല, അദ്ദേഹം കഥകൾ തിരഞ്ഞെടുക്കുന്നത് അവിടെ ഒരു എന്താ പറയുക കോർപ്പറേറ്റ് വില്ലൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് സംഭവം വരുന്നത്. അതിലൊരു ഏലിയൻ എന്നുള്ളൊരു ഘടകം അവിടെ വന്നു എന്നേ ഉള്ളൂ. ഒരു സയൻസ് ഫിക്ഷൻ പിന്നെ ജേണറിലേക്ക് പോയി എന്നേ ഉള്ളൂ സിനിമ. എന്തായാലും സിനിമ തിയേറ്ററിൽ പോയി കണ്ട് ഒന്ന് എൻജോയ് ചെയ്ത് എൻ്റർടൈൻ ചെയ്ത് വരാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. കുട്ടികളായിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയൊരു സിനിമയാണ്. വലിയ ആൾക്കാർക്ക് എല്ലാവർക്കും ഒന്നും പിന്നെ ഇഷ്ടപ്പെടുന്നത് ഇപ്പം ഒരുപാട് ജേണർ വരുന്നുണ്ട്. അതായത് ഈ വയലൻസ് കൂടിയ സിനിമകളാണ് അധികം വരുന്നത്, ത്രില്ലർ സിനിമകളാണ് അധികം വരുന്നത്, ത്രില്ലർ ജേണറിൽ വരുന്ന സിനിമകളാണ് അധികം ആൾക്കാർക്ക് ഇപ്പോൾ താല്പര്യം. അതിനിടയിലേക്ക് ഇതുപോലുള്ള സിനിമകളൊക്കെ വരുന്ന സമയത്ത് എത്രത്തോളം വിജയകരമാകുമെന്നുള്ള അറിയില്ല. എന്തായാലും നല്ല ആക്ഷൻ രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമ. ഫാമിലി ആയിട്ടിരുന്ന് തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ സിനിമ തന്നെയാണ്. എന്തായാലും കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും